നമസ്കാരം. പ്രധാന വാർത്തകൾ. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അവധി പിൻവലിച്ച് AIMS അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തും. ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിൽ. മന്ത്രി ഗണേഷ് കുമാറിന്റെ വാദങ്ങൾ തള്ളി KSRTC വാർഷിക റിപ്പോർട്ട്. ചികിത്സയ്ക്കായി ഇന്ത്യൻ വിമാനം ഉപയോഗിക്കുന്നതിന് അനുമതി നിഷേധിച്ചു. മാലിദ്വീപിൽ 14കാരൻ മരിച്ചു. പ്രസിഡന്റിനെതിരെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. അയോധ്യ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചവരെ നൽകിയ അവധി പിൻവലിച്ച് AIMS അടിയന്തര ശസ്ത്രക്രിയകൾ നടത്തും. മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ പിന്നീട് നടത്തും. വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അവധി പിൻവലിച്ചത്. 22-ന് ഉച്ചയ്ക്ക് 2:30 വരെയാണ് ആശുപത്രി ജീവനക്കാർക്ക് അവധിയെന്ന് നേരത്തെ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു. അവധി വിവരം എല്ലാ വകുപ്പുകളുടെ തലവന്മാരും യൂണിറ്റുകളും ഓഫീസർമാരും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും എയിംസ് സർക്കുലറിലൂടെ അറിയിച്ചു. അതേസമയം അത്യാഹിത വിഭാഗങ്ങൾക്ക് അവധി ബാധകമല്ലെന്നും അധികൃതർ പറഞ്ഞു. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമെന്ന് KSRTCയുടെ വാർഷിക റിപ്പോർട്ട്. 9 മാസത്തെ ലാഭം 2.8 കോടിയാണ്. ഈ കാലയളവിൽ 18,901 സർവീസ് നടത്തി. 1 കിലോമീറ്റർ ഓടാൻ 28.45 രൂപ ശമ്പളവും ഇന്ധനത്തിനും ചെലവ് വരുന്നു. 36.66 രൂപ ശരാശരി വരുമാനം ലഭിച്ചു. ചെലവുകൾ കഴിഞ്ഞ് കിലോമീറ്ററിന് 8 രൂപ 21 പൈസ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദം തള്ളുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന KSRTC വാർഷിക റിപ്പോർട്ട്. മുൻ മന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതി നഷ്ടമാണെന്ന് പിൻഗാമി KB ഗണേഷ് കുമാർ കണ്ടെത്തിയത്. ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടെന്നും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്ന 10 രൂപ നിരക്ക് പുനഃപരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ഒപ്പം നിലവിലോടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ പദ്ധതിയുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. ചികിത്സയ്ക്കായി ഇന്ത്യൻ ഡോർണിയർ വിമാനം ഉപയോഗിക്കുന്നതിന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അനുമതി നിഷേധിച്ചതിന് പിന്നാലെ മാലിദ്വീപ് സ്വദേശിയായ 14കാരൻ മരിച്ചെന്ന് പരാതി. പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഇന്ത്യ നൽകിയ ഡോർണിയർ വിമാനം മാലിദ്വീപിൽ എയർ ആംബുലൻസായി ഉപയോഗിക്കുന്നുണ്ട്. ചികിത്സ ഉൾപ്പെടെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഈ വിമാനം ഉപയോഗിച്ചു വന്നിരുന്നത്. ഗാഫ് അലീഫ് വില്ലിംഗയിലെ വിദൂര ദ്വീപായ വില്ലിംഗ്ടണിൽ താമസിക്കുന്ന 14കാരനാണ് മരണത്തിന് കീഴടങ്ങിയത്. ബ്രെയിൻ ട്യൂമർ ബാധിതനായ കുട്ടിക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മസ്തിഷ്കാഘാതം ഉണ്ടായി. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മാലിദ്വീപ് തലസ്ഥാനമായ മാലയിലേക്ക് കൊണ്ടുപോകുന്നതിന് കുടുംബം എയർ ആംബുലൻസ് ആവശ്യപ്പെട്ടു. എന്നാൽ എയർ ആംബുലൻസിന് അനുമതി തേടി 16 മണിക്കൂർ കഴിഞ്ഞിട്ടും മറുപടി നൽകാൻ വ്യോമയാന അധികൃതർ തയ്യാറായില്ല. മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയെ മാലയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ മരണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിമാനത്തിന് അനുമതി നൽകിയതിലെ കാലതാമസമാണ് കുട്ടിയുടെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്നും കുടുംബം ആരോപിച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.